പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹം ക്ലാസ്സിലുണ്ടായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് വേണം സംസാരിച്ച് വന്ന് അവസാനം പോകാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രശ്നം കൂടിയുണ്ട്. അതെന്താ പ്രശ്നം? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, കുറേ കാലമായിട്ട് എനിക്ക് തൽക്കാലം എന്താണെന്ന് വിചാരിച്ചാൽ അതൊന്നും മാറി നിൽക്കണമുണ്ട്, സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് അതല്ലേ, അതൊരു തെറ്റായി പോലും അയാളുടെ മനസ്സിലില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അനേകം ദുശീലങ്ങൾ ചർച്ച ചെയ്തപ്പോഴും ക്യാമ്പസിലൊരു പെൺകുട്ടിയെ തെറ്റായ രൂപത്തിൽ ബന്ധപ്പെടുന്നു എന്നത് സംസാരത്തിൻ്റെ അവസാനത്തിലേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നുള്ളൂ. സഹോദരങ്ങൾ, ചെയ്യുന്ന തെറ്റുകളൊന്നും തെറ്റുകളല്ലെന്ന് വിശ്വസിച്ചാലോ തിരുത്താൻ കഴിയുമോ സഹോദരങ്ങളെ? എന്തെങ്കിലും ചുരുങ്ങിയത് അതെങ്കിലും സമ്മതിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ മതി. സഹോദരങ്ങളെ, തീർച്ചയായും ഈ ചർച്ച ഫലപ്പെടും എന്നുറപ്പാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാം, സഹോദരങ്ങളെ, ഏതൊരു തെറ്റിനും നൽകേണ്ട പ്രായശ്ചിത്തം നമുക്കൊന്നും കണക്കാക്കാനാവാത്തതാണ്. അവർ പ്രവർത്തിച്ചതിൻ്റെ ദൂഷ്യങ്ങൾ അവർക്ക് വെളിപ്പെടും. അത് അവർ കണക്ക് കൂട്ടുന്നതിനപ്പുറത്തായിരിക്കും. സഹോദരങ്ങളെ, കണക്ക് കൂട്ടുന്നതിനപ്പുറത്തുള്ളതാണ് നമുക്ക് വരിക. നല്ലോണം ആലോചിച്ചോളി. ഓരോ പ്രശ്നങ്ങളും ചെറുതും നമ്മൾ വിചാരിക്കുന്നതിന് സങ്കീർണമായ പ്രശ്നങ്ങൾ നാളെ വരാനുണ്ട്. ഒരു പക്ഷേ വഴിയിൽ വെച്ച് പരിഹരിക്കാനാവാത്ത വിധം സങ്കീർണമായിരിക്കും. അതുകൊണ്ട് ഇതാ വിളിക്കുന്നു സഹോദരങ്ങളെ, പ്രോഫ്കോണിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ ശരിയായ ഒരു ജീവിത രീതിയിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. എവിടെ നിന്ന് ഏത് ഇരുട്ടിൽ നിന്ന് നമ്മൾ വന്നാലും ഇനി നമ്മൾ ഇരുട്ടിലേക്ക് ഇറങ്ങാതെ വെളിച്ചത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുക. വിശുദ്ധ ഖുർആന്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് നാളെ നമുക്ക് വരാനിരിക്കുന്ന പ്രതിസന്ധികളെ മനസ്സിലാക്കി ജീവിതത്തിൽ നമ്മൾ നേരിടാനിരിക്കുന്ന പ്രയാസങ്ങളോർത്ത് നരകത്തെ ഭയപ്പെട്ട് സ്വർഗത്തെ ആഗ്രഹിച്ച് നേരത്തെ എൻ്റെ സഹോദരൻ അവസാനിപ്പിച്ച പോലെ നമ്മുടെ ഭാവനകൾക്ക് അതീതമായ സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും സമ്പൂർണമായ സ്വർഗലോകത്തിന് മുമ്പിൽ ഏത് ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും തൽക്കാലം മാറ്റിവെച്ച് സവിശേഷവും വ്യതിരിക്തവുമായ ഒരു ജീവിതവും ഒരു വ്യക്തിത്വവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും അങ്ങനെ മനസ്സിൻ്റെ സന്തോഷവും ആഹ്ലാദവും മരിക്കുന്നവരെയും ഇതുവരെയും മരണത്തിന് ശേഷവും അനുഭവിക്കാൻ സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. നമ്മളുടെ ഈ റിഫ്ലക്ഷൻസ് പരിപാടിയിൽ 2 സുപ്രധാനമായ വിഷയാവതരണങ്ങൾ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. നമ്മളുടെ ഈ അവതരണത്തിലും അതുപോലെ നേരത്തെ നാം പ്രഖ്യാപിച്ച പാനൽ ഡിസ്കഷൻ, അതുപോലെ തന്നെ ക്യാമ്പസ് ഇൻട്രാക്ഷനും നാം ഒരുമിച്ച് ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മുടെ ഈ ഇൻ്ററാക്ഷനിൽ നയിക്കുന്നത് ബഹുമാന്യനായ എം അക്ബർ, ശംസുദ്ദീൻ പാലത്ത്, ഹാരിസ് ബിൻ സലീം എന്നിവരാണ്. നമ്മളുടെ വെന്യൂ ചാർജുള്ള ആളുകൾ ബോയ്സിൻ്റെ ഇടയിലും ഗേൾസിൻ്റെ ഇടയിലും മൈക്കുകൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് പരമാവധി ഉപയോഗിക്കണം. നമ്മളുടെ ചോദ്യങ്ങൾ വളരെയധികം പോയിൻ്റഡ് ആയിട്ട് വളരെ ഷോർട്ടായിട്ട് ചോദിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എങ്കിൽ നമുക്ക് പരമാവധി ചോദ്യങ്ങൾ കവർ ചെയ്യാനും സാധിക്കും. അതുപോലെ നമ്മളുടെ സജഷൻ ബോക്സുകളിലൂടെയും ക്വറീസിലൂടെയും ഒക്കെ തന്നെ വന്നിട്ടുള്ള പ്രസക്തമായ ചില ചോദ്യങ്ങൾ കൂടി ഇൻ ബിറ്റ്വീൻ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സക്കീർ. ഞാൻ ചെന്നൈയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് സ്റ്റുഡൻ്റാണ്, ഫൈനൽ. എനിക്ക് ചോദിക്കാനുള്ള എൻ്റെ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ബാങ്ക്സിൻ്റെ എല്ലാം ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റിങ് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇസ്ലാമികപരമായിട്ട് അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇതിപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് അതിൻ്റെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ P&L സർട്ടിഫൈ ചെയ്യുമ്പോൾ അത് ഈ ഇൻട്രസ്റ്റിൻ്റെ ഇതിൽ വരുന്ന 4 ആൾക്കാരിൽ പെടുന്ന ആ സാക്ഷിയുടെ ഇതിനകത്ത് വരുന്നുണ്ടോ എന്നും അറിയാൻ ആഗ്രഹിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. നമ്മുടെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോഴ്സിൻ്റെ ഭാഗമായി, ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായി ബാങ്കുകളിലെ ചില അക്കൗണ്ട്സ് പരിശോധിക്കേണ്ടി വരുന്നു. അതേപോലെ തന്നെ ഏത് കമ്പനിയുടെ അക്കൗണ്ടാണെങ്കിലും അതിൽ ബാങ്ക് ഡീലിങ്സ് സ്വാഭാവികമായും കടന്നു വരുന്നു. അപ്പോൾ ആ ബാങ്ക് ഡീലിങ്ങിൽ സ്വാഭാവികമായി വരുന്ന ഒരു ഇൻട്രസ്റ്റിൻ്റെ കണക്ക് അതിലേക്ക് എഴുതേണ്ടി വരും. അത് യഥാർത്ഥത്തിൽ 4 വിഭാഗത്തിൽ ഉൾപ്പെടുമോ എന്നെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പലിശയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സൂക്ഷ്മമായ പഠനത്തിന് അതനുസരിച്ച് പടച്ച തമ്പുരാൻ്റെ നിർദ്ദേശം അനുസരിച്ചു തന്നെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച പാതയനുസരിച്ച് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നിലപാടുകൾ സ്വീകരിക്കുവാനും നിങ്ങൾ സന്നദ്ധമാകുന്നു എന്ന് മനസ്സിലാകുന്നതിൽ ആണ് ഏറ്റവും അധികം സന്തോഷം തോന്നുന്നത്. കാരണം പലിശയിലധിഷ്ഠിതമായൊരു സാമൂഹ്യ വ്യവസ്ഥിതിയും സാമ്പത്തിക വ്യവസ്ഥിതിയും നിലനിൽക്കുന്ന സ്ഥലത്ത് പലിശയിൽ നിന്ന് പരമാവധി അകന്നു നിന്നുകൊണ്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളൊരു വിഷയത്തിൽ നമ്മൾ പരമാവധി അകലുവാൻ വേണ്ടി തന്നെ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായ നിലപാട്. അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന കാര്യം, ആ കോഴ്സ് പലിശയല്ല, പലിശയിൽ അധിഷ്ഠിതമല്ല. നമ്മൾ ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ബാങ്കിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുകയാണെങ്കിൽ ആ മാത്തമാറ്റിക്സിൻ്റെ പഠനത്തിൽ പലിശ കണക്ക് കൂട്ടുന്നത്, അതിൻ്റെ ശതമാനക്കണക്ക് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അത് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ കോഴ്സിൻ്റെ ഭാഗം എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ നേർക്കുനേരെ ബാധിക്കാത്ത രൂപത്തിൽ അത് ഒരു പഠനമായി മാത്രം നിലനിർത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയത്തിൽ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ പ്രായോഗികമായി ചെയ്യാൻ സാധിക്കുക. കാരണം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കോഴ്സ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇൻറ്റേൺഷിപ്പ് കാലയളവിൽ അയാൾ എന്ത് ചെയ്യണം എന്ന തീരുമാനത്തിന് പൂർണ്ണമായും അയാൾക്കൊരു അവകാശമില്ല എന്നുള്ള നിലക്കും, അതേപോലെ തന്നെ ആ കാര്യങ്ങളിൽ അയാളുടെ നേർക്കുനേരെയുള്ള ഇൻവോൾവ്മെൻ്റ് അല്ല, മറിച്ച് ഈ കോഴ്സിൻ്റെ ഭാഗമായി പുറത്തുനിന്ന് ഈ കോഴ്സ് നിർദ്ദേശിക്കുന്ന കാര്യമാണ് എന്നുള്ള നിലക്കും ആ കാര്യത്തിൽ ഒരു പഠനം എന്നുള്ള നിലക്ക് പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ഈ വിഷയത്തിൽ കൂടുതൽ പ്രഗത്ഭരായ ഫിഖ്ഹി പണ്ഡിതന്മാരോട് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യത്തിൽ, ഇന്ത്യയുടെ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥിതി തന്നെ പലിശയിൽ അധിഷ്ഠിതമാണ്. റിസർവ് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മളുടെ നോട്ട് മുതൽക്ക് പലിശയിൽ അധിഷ്ഠിതമായ നോട്ടാണ്. നമ്മൾ ചെലവഴിക്കുന്ന നമ്മുടെ നോട്ട്, നമ്മൾ അധ്വാനിച്ച് നമുക്ക് ലഭിക്കുന്ന നോട്ട്, നമ്മൾ പാത്ത് വെക്കുന്ന നമ്മുടെ നോട്ട്, നമ്മൾ ബാക്കി വെക്കുന്ന നോട്ട്, ഇതെല്ലാം തന്നെ പലിശയിൽ അധിഷ്ഠിതമായൊരു വ്യവസ്ഥിതിയുടെ ഉൽപ്പന്നമാണ്. ആ ഉൽപ്പന്നം എന്നുള്ള നിലക്ക് പലിശ നേർക്ക് നേരെ നമുക്ക് ബാധകമാകാത്ത രൂപത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നല്ലാതെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ഈ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് തന്നെ, ബിസിനസ് നടത്തണമെങ്കിൽ തന്നെ ബിസിനസ് ചെറുതായി ആണെങ്കിൽ പോലും നിലനിൽക്കണമെങ്കിൽ തന്നെ ബാങ്കിലൊരു അക്കൗണ്ട് ഇല്ലാതെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരു ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ബിസിനസ് മാത്രമല്ല, ഇന്ന് എല്ലാ പ്രൈവറ്റ് ഫേമുകളും ഇന്ന് സാലറി അടക്കം ത്രൂ ബാങ്കാണ്, കാർഡാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ബിസിനസ് ഫേമിൻ്റെ ഒരു അക്കൗണ്ടിൽ ബാങ്കുമായുള്ള ഡീലിംഗ് ഉണ്ടാകും. ആ ബാങ്ക് ഡീലിങ്ങിൽ ബാങ്ക് നൽകുന്ന